അജിനോമോട്ടോയുടെ ഒറിജിനൽ പേരെന്തുവാ? അജിനോമോട്ടോയുടെ ഒറിജിനൽ പേരാണ് സുരേഷ് കുമാർ പാലാഴി. മോണോസോഡിയം ലുട്ടാപ്പി അല്ല, ഗ്ലൂട്ടാമേറ്റ്. ഇവിടൊക്കെ വരുമ്പോ അവർക്ക് ആദ്യമൊന്നും മനസ്സിലാകത്തില്ല തമിഴർക്ക്. എന്തുവാ ഈ ഫോട്ടോസ്റ്റാറ്റ് സെറോക്സ് സ്റ്റേഷനും ഇവിടെ എല്ലാം സെറോക്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. സെറോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു കമ്പനിയാണ്. സെറോക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പേരാണ്. അപ്പൊ അത് ഇപ്പം നമ്മുടെ എന്തിനു പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുണ്ട്. ഏതാ? JCB. JCB എന്ന് പറഞ്ഞാൽ എന്തോ വണ്ടി, ആ മണ്ണുമാന്തി ഒരിക്കലും JCB എന്ന് പറയുന്നത്. അത് പറഞ്ഞ ഒരു കമ്പനിയുടെ പേരാ ഈ സെറോക്സ് എന്ന് പറയുന്ന പോലെ. പക്ഷെ നമ്മള് പിന്നല്ലാതെ നീ എന്ന് വിചാരിച്ചേ എല്ലാവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ മണ്ണ് മാന്തി ആ സാധനത്തിന്റെ പേര് JCB എന്നാ. അങ്ങനല്ല, അതിന്റെ പേര് യഥാർത്ഥത്തില് ഹിറ്റാച്ചിയും കുറ്റാച്ചിയും ഒന്നും അല്ലത്. അതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് മൂവർ അല്ലെ എക്സ്കവേറ്റർ അല്ലെ ബുൾഡോസർ. ബുൾഡോസർ എന്ന് പറഞ്ഞാൽ ബുൾഡോസർ ഇതല്ല, അത് മണ്ണ് നീക്കിക്കൊണ്ട് പോകുന്ന സാധനത്തിനാണ് ബുൾഡോസർ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ വളഞ്ഞൊരു സാധനമുണ്ട്, അതിങ്ങനെ ഭൂമിയിലോട്ട് വെച്ചിട്ട് ഇത് ഉന്തി തള്ളിക്കൊണ്ട് പോകും. ഈ റോഡൊക്കെ നിരപ്പാക്കാനും അങ്ങനെ മണ്ണ് നീക്കാനും ഒക്കെ ബുൾഡോസർ, അത് വേറെ. ഇത് എക്സ്കവേറ്റർ എന്നങ്ങാണ്ട് ഇതിന് പറയുന്നത്. പക്ഷെ അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് JCB. അപ്പൊ നമ്മൾ തമിഴന്മാരെ ജെറോക്സിന് കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ തമിഴന്മാർക്ക് നമ്മളെ കുറ്റം പറയാം JCB. എനിക്കറിയത്തില്ല, ഇപ്പൊ അങ്ങനെ ഞാൻ ചോദിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ പല കാര്യങ്ങളും ചില കാര്യങ്ങൾ. പിന്നെ ഈ അജിനോമോട്ടോ എന്ന് പറഞ്ഞാൽ എന്തുവാ? അജിനോമോട്ടോ ഫുഡിനെ ടേസ്റ്റ് കൊടുക്കുന്ന, ഫുഡിനെ ടേസ്റ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു സാധനം, ഒരു ഉപ്പ് പോലിരിക്കുന്ന ഒരു സാധനം. എന്നാൽ അജിനോമോട്ടോ എന്ന് പറഞ്ഞാൽ അതല്ല. അജിനോമോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പേരാണ് അജിനോമോട്ടോ. മനസ്സിലായോ? അജിനോമോട്ടോയുടെ ഒറിജിനൽ പേരെന്തുവാ? അജിനോമോട്ടോയുടെ ഒറിജിനൽ പേരാണ് സുരേഷ് കുമാർ പാലാഴി. അല്ലല്ല, അജിനോമോട്ടോയുടെ ഞാൻ എവിടെ PSC കോച്ചിങ്ങിന് പോയപ്പോ പഠിപ്പിച്ചതായിരുന്നല്ലോ അജിനോമോട്ടോയുടെ രാസനാമം. അജിനോമോട്ടോയുടെ രാസനാമമാണ് MSG, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. മനസ്സിലായോ? അതിനാണ് അതിനാണ് നമ്മൾ അത് വേറെ ഒന്നും കൊണ്ടല്ല. പണ്ട് ഈ ഇതായിരുന്നു MSG, അജിനോമോട്ടോ എന്ന് പറയുന്ന കമ്പനിയായിരുന്നു MSG ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരുന്നത്. അപ്പൊ ആ പേരാണ് നമ്മൾ അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അജിനോമോട്ടോ എന്ന് പറയുന്നത്. മോണോസോഡിയം മോണോസോഡിയം ലുട്ടാപ്പി അല്ല, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. അപ്പൊ അത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ MSG നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളും അടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ തക്കാളിയിൽ ഒരു പ്രത്യേക ഒരു രുചിയുണ്ട്. നമ്മുടെ നാക്കിന്റെ ഈ പുറം ഭാഗത്ത് നമുക്ക് കിട്ടുന്ന ഒരു മധുരമോ പുളിയോ ഒപ്പോ ഒന്നും അല്ലാത്ത വേറൊരു ടേസ്റ്റ്. അതിന് പറയുന്നത് ഉമാമി എന്നാണ് പറയുന്നത്. ഉമാമി ആ ടേസ്റ്റ് പറയുന്നത്. ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ അജിനോമോട്ടോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ചില ഈ പല ചൈനീസ്, അത് കുഴപ്പമില്ല, ചൈനീസ് സാധനങ്ങൾക്കൊക്കെ ഈ ഒരു ടേസ്റ്റ് വരുന്നത്. അത് തക്കാളിയിൽ അതുകൊണ്ട് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല നമ്മൾ കഴിക്കുന്ന ഡെയിലി സാധനങ്ങൾക്ക് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തക്കാളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ല. തക്കാളി കിട്ടുന്ന ഫുഡിന് വേറൊരു ടേസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഉമാമി അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? ഇത് ഇത്തിരി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് കഴിക്കുന്നുണ്ടേ ഒത്തിരി കഴിച്ചാലേ ഉള്ളൂ പ്രശ്നം. ഇപ്പൊ ഒരു ഉപ്പ് പോലൊക്കെ കുറച്ചിടുകയോ അല്ലെ അങ്ങനെ കഴിക്കുന്നുണ്ടോ ഒന്നും പ്രശ്നമില്ല. പിന്നെ അത്